ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കരിക്കിൻ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കരിക്കും വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഒന്ന് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ 3 ഈന്തപ്പഴം ചേർക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഏലക്ക ചേർക്കുവാണ്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കരിക്കും വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് കരിക്കും വെള്ളം ചേർക്കുവാണ്. 2 കപ്പ് കരിക്കും വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് അരയാൻ പാകത്തിനുള്ള കരിക്കും വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർത്താൽ മതിയാകും. വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടില്ല. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കരിക്കാണ്. അപ്പോൾ നമുക്ക് തൊട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.